ഞാൻ വാങ്ങിയ പാഴ്സൽ എന്തിന് മറ്റുള്ളവർക്ക് കൊടുക്കണം? വാസ്തവത്തിൽ അത് വാങ്ങിയത് എങ്ങോ ഇരിക്കുന്ന ഒരു വിശക്കുന്ന ആത്മാവാണ്. ഞാനത് എത്തിച്ചു കൊടുക്കുന്ന ഡെലിവറി പാർട്ട്ണർ മാത്രം. സൊമാറ്റോ, സ്വിഗ്ഗി, ഫുഡ് പാണ്ട, ഡൻസോ, അങ്ങനെ ഒരു കൂട്ടം ആധുനിക ആപ്പുകൾ. എന്റെ ഓർമ്മയിലുള്ള ഒരു ഫുഡ് ഡെലിവറി ഉണ്ട്. കേൾക്കൂ, രസമാണ്. LP സ്കൂളിൽ ഒരു കണക്ക് മാഷ് ഉണ്ടായിരുന്നു, മിസ്റ്റർ ഉണ്ണിത്താൻ. ഉണ്ണിസാർ എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞ് തടിച്ച ഉണ്ടക്കണ്ണുകളുള്ള ഒരു ഭീകരൻ. ക്ലാസ്സിൽ വന്നാൽ ഉടനെ മാത്തമാറ്റിക്സ് എന്ന് ബോർഡിൽ ഒരു എഴുത്താണ്. ഒരു ദയയുമില്ലാതെ അടിക്കും. ക്ലാസ്സിൽ കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന ഉണ്ടായിരുന്നു, ബേബിച്ച. അവനെപ്പോലും വെറുതെ വിടില്ല ഈ ഉണ്ണിമോ. ഇയാൾ ദൂരെ എങ്ങോ നിന്നാണ് ഒരു MITയിൽ വന്നിരുന്നത്. 12 മണിയാകുമ്പോൾ ഇയാൾക്കുള്ള തീറ്റ ഒരു വലിയ തൂക്കുപാത്രത്തിൽ അടുത്തുള്ള ബന്ധു വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരും. ഇതാണ് ഞാൻ ഓർക്കുന്ന ആദ്യത്തെ ഫുഡ് ഡെലിവറി. നമുക്കറിയാവുന്ന ആപ്പ് എന്ന് പറയുമ്പോൾ അത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. എന്നാൽ ആപ്പിന് വേറൊരർത്ഥവും മലയാളത്തിലുണ്ട്. അത് മനസ്സിലാവാൻ ഒരു സംഭവം പറയാം. കൊല്ലങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ വെച്ച് കേട്ട ഒരു സംഭാഷണമാണ്. കുറെ നാൾ കൂടി 2 കൂട്ടുകാർ കണ്ടുമുട്ടുകയാണ്. എടാ, നീ ചത്തില്ലേ ഇതുവരെ എന്ന് ഒരു ആശ്ചര്യം കൂടുന്നു. സ്നേഹം കൂടുന്നതുകൊണ്ടുള്ള പ്രശ്നമാണോ? അപ്പോൾ മറ്റവൻ ചോദിക്കുന്നു, എന്താടാ ഇവിടെ? അപ്പോൾ അവരൻ പറയുകയാണ്, ആരുടെ എവിടെ ആപ്പ് വെച്ചാൽ എൻ്റെ ആപ്പ് ഊരാം എന്ന് ആലോചിക്കുകയാണ്. ആപ്പിന്റെ ദ്വയാർത്ഥം പിടികിട്ടിക്കാണും. പത്താം മൈൽ കഴിഞ്ഞു. ചൂണ്ടി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോ ഒരല്പം ദൈർഘ്യമേറിയതാണ്. മുന്നോട്ടുള്ള എപ്പിസോഡുകൾക്ക് ഒരു ബേസ് എന്ന നിലയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ചൂണ്ടിയിൽ നിന്നും
രാമമംഗലം റോഡിലേക്ക് തിരിയുന്നു. റോഡ് ശ്രദ്ധിച്ചോ? ഇങ്ങോട്ടേക്ക് മഴ പെയ്തിട്ടേ ഇല്ല. കോലഞ്ചേരി പോലുള്ള ശാന്തസുന്ദരമായ ഒരു പട്ടണത്തിൽ ഡെലിവറിക്കായി മിക്കപ്പോഴും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സഞ്ചരിക്കേണ്ടി വരും. ചിലപ്പോൾ 15 കിലോമീറ്റർ വരെ. ഇത് വലിയ മീൻപാറ. ചെറിയ മീൻപാറയിൽ നിന്നും കൊതകുത്തിയിലേക്ക് തിരിയുകയാണ്. This is കൊതകുത്തി. ഗൂഗിൾ മാപ്പ് അനുസരിച്ചുള്ള ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കസ്റ്റമർ ഈ വീട്ടിൽ തന്നെ ആയിരിക്കും. ഇങ്ങനെ വിചാരിച്ച് മൊബൈലിലെ ടോർച്ചും തെളിച്ച് വീട്ടിൽ ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ അതാ ഇരുട്ടിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം. അവിടെ അല്ല, ഇവിടെ. ഓ, വീടിതല്ല. ലൊക്കേഷനിൽ ചെറിയ ഒരു താളപ്പിഴ. ഓക്കെ, ആ ചിരിയാണ് എന്റെ ഇന്നത്തെ ടിപ്പ്. പാർസൽ ഡെലിവറി ചെയ്തതായി കാണിച്ച് കിട്ടിയ ചില്ലറയും ഏറ്റുവാങ്ങി അടുത്ത ഓർഡറിലേക്ക് പോകുന്നു.